റോഷൻ അടുത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ബ്രോ ദാറ്റ്സ് ലൈക്ക് എ മാസ് ഹീറോ ഇൻ യു. ഇത് ഞാൻ റോഷനായിട്ട് ഒരു 2022 തൊട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കഥയാണ്. അന്ന് വേറൊരു ഫോമിലായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ റോഷനടുത്ത് പറയും, ദർ ഇസ് എ സൂപ്പർ സ്റ്റാർ, ദർ ഇസ് എ മാസ് ഹീറോ. നല്ലൊരു റോഷന്റെ ഇവിടെ, റോഷൻ ഭയങ്കരമായിട്ട് ചിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു വെയിനൊക്കെ ഇങ്ങനെ ഒന്ന് പൊന്തി വരും, അതേപോലെ ഇവിടെ വരും. ഇതേ സാധനം ഒരു ആ റേജിലൊന്ന് കാണിച്ചാല് അടിപൊളിയായിരിക്കും, മാസ് ആയിരിക്കും എന്നൊക്കെ തോന്നിയായിരുന്നു. പിന്നെ അതേപോലെയാണ് വിശാഖിന്റെ കേസ്. വിശാഖ് ഞാൻ ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഒരുമിച്ച് ചെയ്ത ലോക്ക്ഡൌൺ ടൈമിൽ. പിന്നെ അത് നടന്നില്ല, ബട്ട് വി സ്റ്റേഡ് ഇൻ ടച്ച്. എന്തോ ഹിസ് ക്രേസി മാച്ചസ് മൈ ക്രേസി എന്നുള്ളൊരു വൈബ് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ ചെറിയാന്നുള്ളൊരു ക്യാരക്ടർ അത്രയും സീൻസ് ഇല്ലായിരുന്നു ചെറിയാൻ. ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിന് എന്തോ ഒരു എവിടെയോ ഒരു നട്ടും ബോൾട്ടും ഒക്കെ ലൂസ് ആണല്ലോ. അപ്പോൾ ആ ഒരു സാധനം ലൈക്ക് വിശാഖിന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഹീൽ ബി ഏബിൾ ടു മാക്സിമൈസ് ഇറ്റ് എന്ന് തോന്നിയായിരുന്നു. അത് അങ്ങനെ തന്നെ വിശാഖിന്റെ അടുത്തേക്ക് പോയി. വിശാഖ് പിന്നെ നമ്മളിങ്ങനെ ജാം ചെയ്യാൻ തുടങ്ങി, ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, ഇങ്ങനെയും ചെയ്താലും അങ്ങനെയും ചെയ്താലും എന്നൊക്കെ പറഞ്ഞ് ഓർഗാനിക്കലി ആ ക്യാരക്ടർ അങ്ങ് ഗ്രോ ആയി. എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ക്യാരക്ടേഴ്സ് ആയിട്ടുണ്ട്. കാരണം ഹീറോസ് ഹാവ് റൂൾസ്, വില്ലൻസ് ഡോണ്ട് ഹാവ് റൂൾസ്. അപ്പോൾ വില്ലൻ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യാൻ നല്ല രസമാണ്, എന്തും ചെയ്യാം. അപ്പോൾ സെറ്റിലും എൻ്റെ DOP ആനന്ദേട്ടൻ ഞാൻ കട്ട് വിളിക്കാൻ പോകുമ്പോഴൊക്കെ പലതവണ ഇവിടെ അങ്ങ് പിടിച്ചിട്ട് പറയാം, കട്ട് വിളിക്കാൻ നോക്കട്ടെ എന്ത് ചെയ്യുന്നു നോക്കട്ടെ. അത് എവറി ടൈം വി ഹാവ് എക്സ്റ്റെൻഡഡ് ദ ടേക്ക്, വിശാഖ് എപ്പോഴും നമ്മളെ സർപ്രൈസ് ചെയ്തിട്ടുണ്ട്.